പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കായി ഇന്ന് തരുന്ന സന്ദേശം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വചനം പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മാനവരാശി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലവരാകണമെന്ന് ചിന്തയുണ്ട്. എല്ലാവർക്കും ജീവിതം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുന്നില്ല. എൻ്റെ മകളെ, സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും സ്വയം എഴുതി തയ്യാറാക്കിയ ജീവിത പ്രമാണങ്ങളിൽ നിന്നും പുറത്തു കടക്കാതെ ഒരു നല്ല ജീവിതത്തിലേക്കോ ഒരു വിജയത്തിലേക്കോ ഒരു കൃപ നിറഞ്ഞ ജീവിതത്തിലേക്കോ കടന്നു വരാൻ സാധ്യമല്ല. ആകയാൽ അതിന് വെളിച്ചം പകരാനായിട്ട് ഈ കടന്നു വരുന്ന നിമിഷങ്ങൾ സാധ്യതമായി തീരട്ടെ എന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഒരു കുടുംബത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള മനസ്സാണ്. ഒരു സമൂഹത്തിൻ്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള അഭിലാഷമാണ്. ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള മനസ്കതയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അഭയം ഗമിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ, നിലപാടുകളിൽ മാറ്റങ്ങൾ വരാൻ സാധിക്കുക. നമ്മുടെ മനസ്സിലാകട്ടെ, മനോഭാവത്തിലാകട്ടെ, സംസാരത്തിലാകട്ടെ, പെരുമാറ്റ രീതികളിലാകട്ടെ മാറ്റം വരുന്നത് പ്രാർത്ഥനയിൽ അഭയം തേടുമ്പോഴാണ്. എത്ര ഡിഗ്രി ഉണ്ടായാലും, എത്ര ഉന്നതനാണെങ്കിലും, എത്ര കഴിവുകൾ ഉണ്ടായാലും പ്രാർത്ഥനയിൽ നങ്കൂരം ഇടുന്നവർക്കാണ് ജീവിതത്തിൽ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്, അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്, വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു സൃഷ്ടിയെക്കുറിച്ച് അറിയുന്നത് അറിവാണ്. എന്നാൽ സൃഷ്ടാവിനെക്കുറിച്ച് അറിയുന്നത് ജ്ഞാനമാണ്. ബൈബിളിൽ നാം വായിക്കുന്ന സോളമൻ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും ഈ ജനത്തെ നയിക്കാൻ വിവേകവും തരണമേ എന്നാണ്. അപ്പോൾ വചനം നാം വായിക്കുന്നു, സോളമൻ ചോദിക്കാത്തത് പോലും കൊടുക്കുകയാണ്. ദൈവമായ കർത്താവ് പറയുന്നു, സോളമൻ, നീ ജ്ഞാനവും വിവേകവുമാണല്ലോ ചോദിച്ചത്, ഇതാ ഞാൻ നിനക്കത് തരുന്നു. അതോടൊപ്പം ഒരു രാജ്യത്തിനില്ലാത്ത പ്രശസ്തിയും ഒരു രാജാവിനില്ലാത്ത സമ്പത്തും നിനക്ക് തരുന്നു. സൃഷ്ടിയെ അറിയുന്നത് അറിവാണെങ്കിൽ സൃഷ്ടാവിനെ അറിയുന്നത് ജ്ഞാനമാണ്. ഒരു വിളക്ക് ഒരു ഭവനത്തിൽ പ്രകാശിക്കുന്നത് പോലെ ആത്മീയമായ ജ്ഞാനം ആത്മാവിനെ പ്രകാശിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ
നാൾ വഴികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സഹിക്കേണ്ടി വരുമ്പോൾ, പരാജയപ്പെടേണ്ടി വരുമ്പോൾ, തോറ്റുകൊടുക്കേണ്ടി വരുമ്പോൾ, വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ, വേദനയോടെ തനിച്ചിരുന്ന് കരയേണ്ടി വരുമ്പോൾ, ഒറ്റപ്പെടേണ്ടി വരുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതം വഴിമുട്ടി എന്ന അവസ്ഥകൾ വരുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ആത്മീയ ആയുധമാണ് പ്രാർത്ഥന. ഈ ആത്മീയ ആയുധം നമ്മൾ എടുത്ത് ഉപയോഗിച്ച് മൂർച്ച കൂട്ടണം. വചനത്തിൽ നാം വായിക്കുന്നില്ലേ, അബ്രാഹമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. കാരണം എന്തേ? ദൈവത്തിൻ്റെ ഹിതം മാത്രം നിർവഹിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനമാണത്. എന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ ബോധ്യം, ആ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പ്രാർത്ഥനയുടെ അമൂല്യമായ നിമിഷങ്ങളിലാണ്. ലോകത്തിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായ ജ്ഞാനം ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചാലാണ് ആത്മീയമായ കണ്ണ് നമുക്ക് തുറന്നു കിട്ടുക. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കൂ മക്കളെ. വീണ്ടും പറയുന്നു പ്രാർത്ഥിക്കൂ, വീണ്ടും പറയുന്നു പ്രാർത്ഥിക്കൂ. ഈ പ്രാർത്ഥനയിലൂടെയാണ് ആത്മീയമായ ജ്ഞാനം നമുക്ക് സംലഭ്യമായി തീരുന്നത്. യേശുവിനെ ഉപേക്ഷിക്കാൻ ലോകത്തെ, പിശാചിനെ, ജഡം ഇവ വെച്ച് നീട്ടുന്നത് സ്വീകരിക്കാതെ, ലോകത്തിൻ്റെ വഴികളിൽ നടക്കാതെ അവയെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അത് പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കരുത്ത് പ്രാർത്ഥനയുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ചെറുതോ വലുതോ ആയ പ്രലോഭനങ്ങൾ, നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, നമുക്കുണ്ടാകുന്ന തകർച്ചകൾ, ഇവയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, സഹിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, പുണ്യങ്ങൾ തഴച്ചു വളരണമെങ്കിൽ പ്രാർത്ഥനയിൽ നിരന്തരം നാം വളർന്നുകൊണ്ടിരിക്കണം. നമ്മൾ കാണാറില്ലേ, കുട്ടികൾ കളികളെല്ലാം കഴിഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ വീഴുന്നത് പോലെ, സായം സന്ധ്യകളിൽ കിളികൾ കൂടണയുന്നത് പോലെ ദൈവഹിതത്തിൻ്റെ മടിത്തട്ടിൽ വിശ്രമിക്കാനും അഭയം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, അങ്ങനെ ഒരു പരിശീലനം കിട്ടുമ്പോഴാണ് പ്രാർത്ഥനയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് എല്ലാം അറിയാമെന്നുള്ള മിഥ്യാബോധ്യം പ്രാർത്ഥന തകർത്ത് കളയും. സ്വർഗത്തെ സമീപസ്ഥമാക്കുന്ന ഒരു സുഹൃതമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സംലഭ്യമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവാരൂപി നമ്മോട് പറയും, നീ ആരെയും വിധിക്കേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, ഒന്നിനെക്കുറിച്ചും പിറുപിറുക്കേണ്ട എന്നുള്ള ഈ ബോധ്യങ്ങൾ നമുക്ക് തരുന്നത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. നാം ചോദിക്കുന്നത് തരുമ്പോഴും, നാം ചോദിക്കുന്നത് തരാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ സമയങ്ങൾ ചെലവഴിക്കുമ്പോഴാണ്. പഴയ പാപങ്ങളെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ, എടുത്തു മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ. എത്ര കോടി രൂപ കയ്യിലുണ്ടായാലും, ഒരു ആശുപത്രി തന്നെ വാങ്ങാൻ പണമുണ്ടായാലും, രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥന മാത്രമായിരിക്കും ശരണം. തിരിച്ചറിയണം. ചുറ്റിലും ഒത്തിരി ബന്ധുക്കളുണ്ടായാലും ദൈവവുമായുള്ള ബന്ധമാണ് ജീവിതത്തിന് ആശ്വാസം നൽകുന്നത്, സ്വാന്തനം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മകളെ, ഓർക്കണേ, സ്നേഹം ഒരു കഴിവാണ്. സ്നേഹിക്കുക ഒരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്. സ്നേഹത്തിൽ നിലനിൽക്കുക അതൊരു ഉത്തരവാദിത്തമാണ്. മറക്കല്ലേ, സ്നേഹിക്കുക അത് ദൈവം തന്നിരിക്കുന്നൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക അപ്രകാരം കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെ വേലകളും ജോലികളും ചെയ്യുന്നവർ സ്ഥലത്താണെങ്കിലും സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്. ശ്രദ്ധിക്കുക, സ്നേഹത്തിൽ നിൽക്കുന്നത് അതൊരു ഉത്തരവാദിത്തമാണ്. പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 13:4 സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ഇതൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. ദൈവം തന്നിരിക്കുന്ന കഴിവാണ്. നമ്മൾ അതുവഴിയായി സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അത് നിലനിൽക്കണമെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ദൈവം മനുഷ്യന് സ്നേഹിക്കാനുള്ള കഴിവ് നൽകി. ദൈവത്തെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്തോറും മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. മനുഷ്യനെ സ്നേഹിക്കുന്തോറും ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മൾ മനുഷ്യനോടാണ് അടുക്കുന്നത്. മനുഷ്യനോട് അടുക്കുമ്പോൾ ദൈവത്തോടാണ് നമ്മൾ അടുക്കുന്നത്. ഇതല്ലേ സത്യം? അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നു. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിന് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ആർക്കാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവർക്കാണ്, കൃപ കിട്ടിയവർക്കാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. യാത്രയ്ക്ക് പോകുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുൻപും രോഗശയ്യയിലും സന്തോഷമുണ്ടാകുമ്പോഴും എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. നന്ദി പ്രകാശനം. പ്രാർത്ഥന വെറും യാചനയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അത് സ്തുതിപ്പിലേക്കും നന്ദി പ്രകടനത്തിലേക്കും ആരാധനയിലേക്കും വളരണം. സ്തുതിപ്പിലേക്കും നന്ദി പ്രകാശനത്തിലേക്കും ആരാധനയിലേക്കും വളരുമ്പോഴാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന അടയാളങ്ങളും കൃപകളും നമുക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ
പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യത്തെ നശിപ്പിച്ച് കളയുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയുന്ന കാഴ്ചകളെയും കേൾവിയെയും സംസാരത്തെയും സൗഹൃദത്തെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. ചില കാര്യങ്ങൾ കാണേണ്ട, ചില കാര്യങ്ങൾ കേൾക്കേണ്ട, ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട, ചില സൗഹൃദങ്ങൾ വേണ്ട, അവയൊക്കെ മാറ്റി നിർത്താനും ഒഴിച്ചു നിർത്താനും നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്. ഇത് നാം പഠിച്ചില്ല എങ്കിൽ പ്രാർത്ഥനയിൽ വളരുവാനോ പ്രാർത്ഥന അനുഭവത്തിൽ നിലനിൽക്കുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 വാക്യം, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. പ്രോമിസാണ്, വാഗ്ദാനമാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് സാധിപ്പിച്ചു തരും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെയും എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാറ് ഞാൻ നിങ്ങൾക്കത് സാധിപ്പിച്ചു തരും. അപ്പോൾ അത് പ്രാർത്ഥനയിൽ വളരുമ്പോഴാണ് നമുക്കത് സാധ്യതമായി തീരുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹൈസനോവർ തൻ്റെ ബാല്യത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടു. വളരെ സീരിയസ് ആയിരിക്കുന്ന അപകടത്തിൽപ്പെട്ടു. കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാരുടെ സംഘം വിധി എഴുതി. അത് ദൈവത്തിൽ ആശ്രമിക്കുന്നൊരു കുടുംബമായിരുന്നതിനാൽ മാതാപിതാക്കന്മാരും സഹോദരിമാരും അന്ന് രാത്രിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ കട്ടിലിൽ കിടന്ന ആ കൊച്ചുമകൻ ഞൊണ്ടി അമ്മയുടെയും അപ്പൻ്റെയും മധ്യത്തിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് കരങ്ങൾ കൂപ്പി അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ. പ്രഭാതത്തിൽ ഡോക്ടർ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു കുടുംബം മുഴുവൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അവിടെ മധ്യത്തിൽ ആ കൊച്ചുമകൻ ഇരിക്കുന്നതും. ഡോക്ടർ വീണ്ടും പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. ഓപ്പറേഷൻ വേണ്ട എന്നും കാല് മുറിച്ചു കളയണ്ട എന്നും. നോക്കിയേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് സാധിച്ചു തരും. ഇത് വാഗ്ദാനമാണ്. ഇന്നും നമ്മളിൽ അത് സംഭവിക്കുന്നതാണ്. ഏത് കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ്. വചനം പറയുന്നു, കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, കരങ്ങൾ കുപ്പി പ്രാർത്ഥിക്കാൻ, സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ദൈവം കേൾക്കുമെന്ന്. അപ്പോസ്തല പ്രവർത്തനം 1 അധ്യായം 16 അധ്യായത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായത്തിൽ നാം വായിക്കുന്നു, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കിന്നരം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇന്നും നമ്മളും പലതരത്തിലുള്ള ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രലോഭനങ്ങളുടെ, ലോകാരൂപിയുടെ, രോഗങ്ങളുടെ, പീഡനങ്ങളുടെ, കടക്കണികളുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ചങ്ങലകൾ അഴിഞ്ഞു വീഴണമെങ്കിൽ നമ്മളും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, ആരാധിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നുള്ള തിരക്കുള്ള ചില വ്യക്തികളുണ്ടായിരിക്കും. അത് ശരിയല്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടാത്ത തിരക്ക്
നമ്മുടെ ജീവിതത്തിന് നന്മ വരുത്തുകയില്ല, കൃപ വരുത്തുകയില്ല. സ്വന്തമായി ഒരു പ്രാർത്ഥനാ സ്ഥലവും, സ്വന്തമായി ഒരു പ്രാർത്ഥനാ പായിയും, സ്വന്തമായി ഒരു പ്രാർത്ഥനാ സമയം നമുക്കുണ്ടാകുമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് സാധിക്കും. ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കാര്യമായില്ല. ദൈവവുമായുള്ള ഗാഢമായ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധത്തിൽ നിലനിൽക്കണം, ആ ബന്ധം വളർത്തണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല, ചില പാപസാഹങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്കായി എസെക്കിയേലിന്റെ പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യം, മുൻകാലങ്ങളേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നമുക്ക് കരങ്ങൾ കൂപ്പാം. സ്വർഗീയ പിതാവേ, ഈ കടന്നുപോയ നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ആത്മീയതയുടെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു സ്പാർക്ക്, ഒരു തരി അവർക്ക് കൊളുത്തിക്കൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനുള്ള കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.